ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് മുതൽ ഇന്നിതാ ഈ നേരം ലൈവ് വരെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഇറക്കുന്നത് നല്ല ഡ്രാമയാണ്. അതേസമയം ഗബ്രിയുടെ കയ്യിൽ നിന്ന് പോയൊരവസ്ഥയാണ്. അത് പറയാൻ കാരണം ജാസ്മിൻ തൊട്ട് നടത്തുന്ന ഒരു ബ്ലെയിം ഗെയിമാണ്. വീട്ടിലുള്ളവരെയും പുറത്തുള്ളവരെയും ബ്ലെയിം ചെയ്യാണ്. ഞങ്ങൾ അതൊന്നും ചെയ്തിട്ടില്ല, ഞാനതൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളിങ്ങനെ പറയുന്നു, എന്നെ തിന്നത് മതിയായില്ലേ എന്നൊക്കെ വീട്ടിലുള്ളവരെയാണ് ജാസ്മിൻ ബ്ലെയിം ചെയ്യുന്നത്. അതായത് തൻ്റെ ഭാഗം ന്യായീകരിക്കാൻ കിട്ടുന്ന അവസരമെല്ലാം ജാസ്മിൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഗബ്രിയുടെ അവസ്ഥ അതല്ല. ഗബ്രി ന്യായീകരിക്കുന്നില്ല, പ്രേക്ഷകരെ ഒന്നും പറഞ്ഞ് ഫലിപ്പിക്കാൻ നോക്കുന്നില്ല. ഗബ്രി സൈലന്റ് ആണ്. അപ്പൊ ഇതിന്ന് വ്യക്തമാണ് ജാസ്മിന്റെ ഗെയിം ഇപ്പോഴും ഓണിലാണ്. അടുത്തതിന് ആ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ വന്നപ്പോൾ ജാസ്മിൻ ഓക്കെ ആയിരുന്നു. പക്ഷെ ഗബ്രിയുടെ അവസ്ഥ അതായിരുന്നില്ല. ഗബ്രി അപ്പോഴും ഭയങ്കര ഡൗൺ ആയിരുന്നു. ഗബ്രിയുടെ കയ്യിൽ നിന്ന് പോകാൻ വ്യക്തമായ കാരണമുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ ഗബ്രി മൊത്തം നെഗറ്റീവാക്കി ജാസ്മിനെ വെള്ളപൂശലാണല്ലോ നടന്നത്. അപ്പൊ പിന്നെ ഗബ്രി ഷോക്ക്ഡ് ആയി കാണും. കാരണം 2 ദിവസം മുമ്പ് ഗബ്രി പറഞ്ഞ ഡയലോഗ് മാത്രം എടുത്തിട്ട് ഇതുപോലത്തെ ഡയലോഗ് എത്രയോ തവണ ജാസ്മിൻ അടിച്ചിരിക്കുന്നു. അതൊക്കെ എന്താ ബിഗ് ബോസ് വിഴുങ്ങിയത്? ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ജാസ്മിൻ ബിഗ് ബോസിന്റെ കുഞ്ഞമ്മയുടെ മോളാന്ന്. ഇന്നലെ